വെൽക്കം ടു മൂവി ബ്രാൻഡ്. അച്ഛനെ പോലെ തന്നെ വെള്ളിത്തിരയിൽ തിളങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് സുരേഷ് ഗോപിയുടെ മക്കളിൽ ഇളയവനായ മാധവ് സുരേഷ്. അച്ഛന്റെയും ചേട്ടന്റെയും വഴിയിലൂടെ സിനിമാ ലോകത്തെത്തിയ മാധവനോടും ആ സ്നേഹം മലയാളികൾ കാണിക്കാറുണ്ട്. സുരേഷ് ഗോപി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ അടുത്തിടെ എപ്പോഴും വാർത്തകൾ നിറയാറുള്ള വ്യക്തിയും കൂടിയാണ് മാധവ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ മാധവന്റെ സ്വകാര്യ ജീവിതമാണ് പലപ്പോഴും താരപുത്രന്റെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിറയാൻ കാരണമായത്. തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താനുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളിൽ സത്യാവസ്ഥ മാധവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഉറ്റ സുഹൃത്തായ സെലിനെ കുറിച്ചും തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വന്ന ഗോസിപ്പുകളെ കുറിച്ചുമാണ് മാധവ് സംസാരിച്ചത്. അവസാനം മെസ്സേജ് അയച്ചത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ്. അത് മറ്റാരുമല്ല, മീഡിയക്കാർ തന്നെ കൊണ്ട് 4-5 തവണ വിവാഹം കഴിപ്പിച്ച വ്യക്തിയായ സെലിനാണ്. എന്ത് മെസ്സേജാണ് അവർക്ക് അയച്ചതെന്ന് പക്ഷെ കാണിക്കില്ല. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സെലിൻ. അവിടെ വെച്ച് നിർത്തുന്നു. പിന്നെ എന്നെ നാട്ടിലെ എലിജിബിൾ ബാച്ചിലർ ആയിട്ടാണ് മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ആദ്യം ഞാൻ അനുപമയുമായി ഫോട്ടോ ഇട്ടപ്പോൾ എനിക്ക് അനുപമയോട് പ്രേമമാണെന്ന് വാർത്ത വന്നു. അനുപമ എന്റെ നല്ല സുഹൃത്താണ്. സിനിമയിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളയാളാണ്. പിന്നെ മീനൂട്ടിയുമായും ദിലീപ് അങ്കിളുമായും കാവ്യ ചേച്ചിയുമായിട്ടുള്ള ഫോട്ടോകൾ ഇട്ടപ്പോൾ മീനാക്ഷിയുമായി എന്റെ വിവാഹം ഉറപ്പിച്ചെന്ന് വാർത്ത വന്നു. അങ്ങനെ 2-3 വർഷം പോയി. ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളയാളല്ല ഞാൻ. എനിക്കുള്ള സുഹൃത്തുക്കളിൽ നല്ല സുഹൃത്താണ് സെലിൻ. അതുകൊണ്ടാണ് എന്റെ ജെനുവിൻ ഫീലിംഗ്സ് വെച്ച് അവൾക്ക് ഞാൻ പിറന്നാൾ ആശംസ ഇട്ടത്. അപ്പോഴും സുരേഷ് ഗോപിയുടെ മകന്റെ വിവാഹം ഉറപ്പിച്ചെന്നാണ് വാർത്ത വന്നത്. എന്റെ വീട്ടുകാർ ആദ്യം ഒന്ന് തീരുമാനിച്ചോട്ടെ, എന്നിട്ട് പതുക്കെ നമുക്ക് അതിലേക്ക് എത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. സിംഗിളാണ് ഞാൻ, പക്ഷേ മിംഗിളാകാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് ജീവിച്ചു പൊക്കോട്ടെ എന്ന് തന്നെ നോക്കി എന്നാണ് മാധവ് തന്നെ മറുപടി നൽകിയത്. ഇതിനിടെ അച്ഛനൊപ്പം അവസാനം പകർത്തിയ സെൽഫിയെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്റെ കവളിൽ അച്ഛൻ സുരേഷ് ഗോപി കടിക്കുന്ന ചിത്രമാണ് ഗോകുൽ പങ്കിട്ടത്. അനാവശ്യമായി സംസാരിക്കുന്ന കുറച്ച് ആളുകൾക്കുള്ള മറുപടിയായിട്ടായിരുന്നു അച്ഛനൊപ്പമുള്ള ആ സെൽഫി എന്ന് മാധവ് പറഞ്ഞു. ഭാഗ്യയുടെ വിവാഹത്തിന്റെ തലേദിവസം എടുത്ത ഫാമിലി ഫോട്ടോയാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും നടൻ പ്രതികരിച്ചു. ഗോകുലിന്റെ അവസാനം അയച്ച വാട്സ്ആപ്പ് സന്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇതായിരുന്നു. കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള വോയിസ് മെസ്സേജ്. അത് കേൾപ്പിക്കുന്നത് റിസ്ക് ആണെന്നായിരുന്നു മാധവൻ പ്രതികരിച്ചത്. അച്ഛൻ അയക്കുന്ന മെസ്സേജിലെ പ്രധാന ഇമോജിയെ കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാ മെസ്സേജിനൊപ്പവും 10 ഉമ്മയും കുറെ ഹാർട്ട് ഇമോജിയും ഉണ്ടാകുമെന്നാണ് മാധവ് പറഞ്ഞത്. ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിന്റെ പേര് ഫാം എന്നാണ്. അമ്മയാണ് അതിൽ ഏറ്റവും ആക്റ്റീവ്. ഞങ്ങളുടെ ആർട്ടിക്കിൾസ് വരുമ്പോൾ അമ്മ അതിൽ എടുത്തിടും. പിന്നെ ഞങ്ങളുടെ പെറ്റ് ഡോഗ്സിന്റെ ഫോട്ടോകളും വരും. അമ്മയുടെ ഏറ്റവും ഇളയ മകനായിട്ടാണ് ഞങ്ങളുടെ രാജപാളയം ഡോഗ് ധീരയെ പരിഗണിക്കുന്നതെന്നും താരപുത്രൻ പറഞ്ഞു. ഫുഡിന് ഒരു കോമൺ മെനു വീട്ടിലുണ്ട് എന്നും അത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഭക്ഷണമാകുമെന്നും മാധവ് പറയുന്നു.